ഏത് സ്വലാക്കുമ്പോഴും പടച്ചോന്റെ നിയ്യത്ത് മാത്രം. ഇന്നലെ മുഹിമ്മാത്ത് ഉസ്താദുമാർ വന്നിട്ടുണ്ടാർ. ബഹുമാനപ്പെട്ട ത്വാഹിറുൽ അഹ്ലൽ തങ്ങൾ നവ്വറല്ലാഹു മർഖദ വഫാത്തായി 20 വർഷം കഴിഞ്ഞ് മുഹിമ്മാത്ത് ഉണ്ടാക്കിയ ആളാണ്. വലിയ ആളാണ്, വലിയ ഖറാറത്തുള്ള ആളാണ്, വലിയ മഹാൻ. ആ തങ്ങളൊക്കെ ഇഖ്ലാസിൽ ഉണ്ടാക്കിയ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഇഖ്ലാസ് കട്ടിയാണ്. അയാളുടെ സുമാർ സംഭവങ്ങൾ ചെന്നത് ഞാൻ വിശദീകരിക്കില്ല. അയാൾക്കുള്ള ത്വാഹിർ തന്ന മുഹിമ്മാത്ര മുട്ട അവാക്കി തിന്നോളൂ. അവാക്കിയപ്പ സാധാരണ സ്ഥാപനത്തിൽ തിന്നവും താലിമീനത് അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന അനാഥ മക്കൾ എന്നും കൊടുക്കൂടാ കൊമ്പന്നിട്ട് ചോറാക്കിയിട്ടല്ല. അപ്പൊ ഒരു നാൾ ഒരു പണക്കാരൻ അതാക്കിയിട്ട് കൊമ്പന്ന് കൊടുത്തു. കുറച്ച് നാൾ കഴിഞ്ഞാൽ പിന്നെ തങ്ങളൊട്ടി ചെന്തൂള ഞാൻ ചോറെല്ലാം കൊടുത്തത് നിങ്ങൾക്ക് തിരിക്കുവല്ല തിണ്ടിക്കുവാറല്ല നിങ്ങൾ. അവ ഇത് തങ്ങ തലക്കെടുത്തിട്ട് പോവും. അപ്പൊ സ്ഥാപനത്തിനും മക്കൾക്കും കൊമ്പണ്ടെങ്കിൽ ചോറുന്നല്ല ഞങ്ങളും തിന്നലാണ്ട് ആൾമാർ തെറ്റിദ്ധരിച്ചുകൊണ്ടുള്ള ഒന്നത്. രണ്ടാമത് ചിലപ്പോഴത്തെ കാരണമാവും. അതുകൊണ്ട് നക്ക് ഈ അകമേ വേണ്ടാന്ന് ചൊന്നിട്ട് ആ അകത്തെ മുഹിമ്മാത്തിൽ എഴുതി കൊടുത്തിട്ട് കുമ്പിളിട മുട്ട വന്നിട്ട് തന്നെ അവാങ്ങിട്ട് ഇതാണ് ഇഖ്ലാസിന്റെ ഉള്ളിൽ. ഇങ്ങനെ തുടങ്ങി എനിക്ക് ഒരു കാര്യവും വേസ്റ്റ് ആവാന നഷ്ടാവാന. എന്തുകൊണ്ട് അങ്ങനത്തെ മുഖ്ലിസീങ്ങളാണ്. അള്ളാഹു എന്നാണ്ട് പണിയെടുത്തിട്ടില്ല. ആ തങ്ങൾ വഫാത്താവുമ്പോ ഒരു പെട്ടി അവരുടെ മാനേജറുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഇങ്ങനെ കൊടുക്കും. ഇത് മുഹിമ്മാത്ത് സ്ഥാപനത്തിലാണ്. അത് ഓപ്പൺ ആക്കി നോക്കുമ്പോ 8 ലക്ഷം പൈസയും തിണ്ടാ. ഏത് പൈസ? തന്നത് കിട്ടിയ പൈസ കവർ അത് ഇതെല്ലാം ഓപ്പൺ ആക്കിയിട്ടേ ഇല്ല. അത് അതിലേ വെച്ച് ഒഫാത്താവും. എന്നാൽ അയാൾക്ക് എന്താ വിചാരം 8 ലക്ഷം തിഞ്ചൊന്നെങ്കിൽ സ്ഥാപനത്തിനും ചെലവാക്കിയിട്ട് സ്വന്തം കീസയ്ക്ക് തുടങ്ങിയ താഴ്മാറുള്ള കാലത്ത് ഏത് പെൻസാന്റെ എംബസാദൊക്കെ ഒരു അറബി കേട്ടിട്ടില്ല. അതുപോലത്തെ വിഷയാണ്. അപ്പൊ ഇങ്ങനെ മുഖ്ലിസീങ്ങൾ അല്ലെങ്കിൽ പിന്നാരാണ് മുഖ്ലിസീങ്ങൾ അങ്ങനെ. അതുകൊണ്ടാണ് മരിക്കുന്ന സമയത്ത് 3-4 തിട്ടുള്ള ഞാൻ മരിച്ച ഞാൻ സ്വർഗത്ത് പോയായിട്ടുള്ളത്. ഏറ്റുള്ള നിങ്ങൾ പോയമ്മയാവട്ടെ ഞങ്ങളെയും വിളിച്ചോണ്ട് പോകണോ? അള്ളാഹു ഞങ്ങളെ വറക്കത്ത് കൊണ്ട് നന്നാക്കി പെരുമാറാവട്ടെ. അങ്ങനത്തെ ആൾമാരല്ല ഈ അടുത്ത് മരണപ്പെട്ടു പോയില്ല. തീരെ ഞങ്ങളെ സിയാറത്തല്ല. അള്ളാഹു തൗഫീഖ് തരട്ടെ. സഹോദരന്മാരെ, ഞാൻ ചൊന്നത് ഇഖ്ലാസ് വല്ലാത്ത വിഷയമാണ്.